ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. ക്രിസ്മസ് ഇങ്ങെത്തിയില്ലേ? എന്തായി ഒരുക്കങ്ങളൊക്കെ? കഴിഞ്ഞ ദിവസം കള്ളപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ആ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണേ. അവസാനം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ചെറിയൊരു ടിപ്പൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴുത്ത തക്കാളി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ഒരു 2.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, നമുക്കൊരു എളുപ്പത്തിനാണ്. 1.5 സ്പൂൺ മല്ലിപ്പൊടി. ചിക്കനിലേക്ക് അധികം മല്ലി ഉപയോഗിക്കണ്ട കേട്ടോ. പിന്നെ 1 സ്പൂൺ നല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ആദ്യമേ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3ഉം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 5-8 നട്ട്സ് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിക്കൻ കറി കൂട്ടുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്, ഓപ്ഷണലാണ്. ഇനി നമുക്ക് സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടണേ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായി വാടി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നോടം വരെ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി, കണ്ടോ നല്ലൊരു ബ്രൗൺ നിറമായിട്ടില്ലേ, ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. പൊടി നമ്മളിത് ഓരോന്ന് ഡബ്ബ തുറന്ന് അത് ഇട്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ പൊടി കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമേ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി അത് നന്നായി ചൂടായിട്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഈ തക്കാളി നല്ല വെന്തുടഞ്ഞ് വരണം കേട്ടോ. അതിനുവേണ്ടി ഞാനിത് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടയട്ടെ. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. കണ്ടോ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തവേൻ്റെ പുറകു സൈഡ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട്, ചിക്കൻ നമ്മൾ ഇത്ര നേരം ഉപ്പ് ഇട്ടിട്ടില്ല, ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ്, അധികം മല്ലിച്ചപ്പ് ഈ സമയത്ത് ചേർക്കണ്ട, കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ തേങ്ങാപ്പാലിലല്ലേ വേവിച്ചെടുക്കുന്നത്, കംപ്ലീറ്റ് തേങ്ങാപ്പാലും രണ്ടാം പാലാണ് അത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച്
വേവിച്ചെടുക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വെക്കുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. തേങ്ങാപ്പാലിൽ മാത്രം വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കള്ളപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തിളയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തിട്ട് കറി തിളപ്പിക്കരുത്. പാലങ്ങ് പിരിഞ്ഞു പോവും. പിന്നെ നമ്മൾ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോൾ. അതുകൊണ്ട് തീ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒത്തിരി ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, വലിയ ചാറൊന്നുമില്ല, നല്ല കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ അങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു 2 മണിക്കൂറിന് ശേഷമൊക്കെ, അല്ലെങ്കിൽ മാക്സിമം തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് താളിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ സാധാരണ നമ്മൾ ചെറിയുള്ളിയല്ല ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 1 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. അതുപോലെ തന്നെ മല്ലിച്ചപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, കറിവേപ്പിലയല്ല, മല്ലിച്ചപ്പാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അവസാനം ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാമെന്ന്. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. മല്ലിച്ചപ്പിൻ്റെയും ഈ പൊടികളുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇതെന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സൊക്കെ ഉണ്ട്. അത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസിനൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പം കള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം ഇട്ടിട്ടുണ്ട്, മീൻ മപ്പാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിലേക്കുള്ള എല്ലാ സ്പെഷ്യലും ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.